ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രൂത്തിന്റെ പുസ്തകത്തിൽ അവർ താമസിച്ചു എന്ന് പറയുന്ന രംഗത്തെക്കുറിച്ച് നാം ചിന്തിപ്പാനിടയായിത്തീർന്നു. അത് പറഞ്ഞതിന് ശേഷം ഉടനെ അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് വാക്യം 3, എന്നാൽ നവോമിയുടെ ഭർത്താവായ എലീമേലേക്ക് മരിച്ചു എന്നാണ്. ദൈവിക സംരക്ഷണ വലയത്തിൽ നിന്നും ഓടിപ്പോയ എലീമേലേക്ക് ചെന്നുപെട്ടത് സാത്താന്റെ വലയിലായിരുന്നു. നാം എല്ലാവരും മരിക്കും എന്ന് നമുക്കറിയാം. അത് വളരെ സുഖപ്രദമായ ഒരു മരണമായിരിക്കണമെന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരുമാണ്. കുറേ നാൾ കിടന്ന് വേദന അനുഭവിച്ച് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി അങ്ങനെ നരകിച്ച് മരിക്കുവാനായിട്ട് നാം ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എലീമേലെക്കിന്റെ ജീവിതം അത്തരത്തിൽ അവസാനിച്ച ഒരു ജീവിതമായിരുന്നു. ബേത്ലഹേമിൽ ആരംഭിച്ചതാണ് അവരുടെ ദുഃഖം. അവിടെ തൃപ്തിയടയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ തുടങ്ങി. അത് മനസ്സിൽ തിങ്ങി വിങ്ങി വിട്ടുപോകുവാനുള്ള ഒരു തീരുമാനമായിട്ട് അത് മാറി. ആ തീരുമാനം അവർ പ്രാവർത്തികമാക്കി. അവർ പുറപ്പെട്ടു പോയി മോവാബിലെത്തി. പക്ഷെ അവിടെയും നിലനിന്നില്ല. ആമോസ് 5:19 നാം ഇങ്ങനെ വായിക്കുന്നു, അത് ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി വന്ന് എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുമരോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെ ആകുന്നു. ഈ അനുഭവമാണ് എലീമേലെക്കിന് യഥാർത്ഥത്തിൽ ഉണ്ടായത്. സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ ഓടി. അവനെ എതിർപ്പെട്ടത് ഒരു കരടിയായിരുന്നു. അവിടെ നിന്നും ഓടി വീട്ടിൽ ചെന്നു. ക്ഷീണം മാറാൻ ചുമരിൽ ചാരി. സർപ്പം പതിയിരിക്കുന്നത് അവൻ അറിഞ്ഞില്ല. ആ സർപ്പത്തിന്റെ കടിയേറ്റു മരിച്ചു. ഇതുപോലെയാണോ നമ്മുടെ ജീവിതവും? തൃപ്തിയില്ലാത്ത അനുഭവത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ബദ്ധപ്പാടിലാണോ നാം? ഭക്ഷണത്തിനായി ബന്ധപ്പെട്ട് നാം അധ്വാനിക്കുന്നു. പക്ഷേ ആരോഗ്യം ഒരു പ്രശ്നമായി തീരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാം വിട്ട് നാം ഓടുന്നു. വസ്തുവകകളും സമ്പത്തുമൊക്കെ പ്രശ്നമായി തീരുന്നു. മെഡിക്കേഷന്റെ എക്സ്പെൻസിന് വേണ്ടി ധാരാളം നാം ചെലവിടേണ്ടി വരുന്നു. അവിടവും വിട്ട് നാം ഓടുകയാണ്. അപ്പോൾ മനസാക്ഷി പ്രശ്നമാകുന്നു. നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടമാകുന്നു. ജീവിതം മുരടിക്കുന്നു. അത് കേവലം നരകതുല്യമാകുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? സദൃശവാക്യങ്ങൾ 11:19 നാം വായിക്കുന്നത്, ദോഷത്തെ പിന്തുടരുന്നവനോ തൻ്റെ മരണത്തിനായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. മരണം സംഭവിക്കുമ്പോൾ സാധാരണ നാം പറയാറുണ്ട്, അത് വിധിയാണ്. എന്നാൽ നാം തന്നെയാണ് നമ്മുടെ മരണത്തിനായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം പലപ്പോഴും നാം ചിന്തിക്കാറില്ല. ആത്മീകമായി ജീവനില്ലാത്ത അവസ്ഥയിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നത് നാം തന്നെയാണ്. അത് വിധിയല്ല, ദൈവത്താൽ സംഭവിക്കുന്ന കാര്യവുമല്ല, കേവലം ആകസ്മികമായിട്ട് ഉണ്ടാകുന്നതുമല്ല. ജീവന്റെ വചനം പ്രമാണിക്കാതെ ദോഷം പിന്തുടരുന്നെങ്കിൽ അതിന്റെ കുറ്റം മറ്റാരിലും നാം ചുമർത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. നാം ദോഷം പിന്തുടർന്ന് സ്വന്തം താല്പര്യത്തിലാണ്. മരണത്തിനായി നാം തന്നെ വഴിയൊരുക്കുകയാണ്. അതിന് ദൈവത്തെയോ സാത്താനെയോ സാഹചര്യങ്ങളെയോ മറ്റുള്ളവരെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഭോഷത്വം പ്രവർത്തിച്ച് അവരവരുടെ നാശം അവരവർ തന്നെ സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആർക്കും മരണത്തിൽ താല്പര്യമില്ലെങ്കിലും മരണ വഴികളിൽ നമുക്ക് വലിയ താല്പര്യമാണ്. പലപ്പോഴും ദൈവകൃപ നമ്മോട് ഇടപെടുമ്പോൾ പാറ പോലെ കട്ടിയായ നമ്മുടെ മനസ്സ് ഇളകാറില്ല. സ്വന്തം വഴികളെ വിടുവാനായിട്ട് നാം തയ്യാറാവാറില്ല. മരണത്താലല്ലാതെ ഇതിന് അന്തം വരികയുമില്ല. ഒരാൾ മരിച്ചു എന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അവന് യാതൊരു പ്രതികരണശേഷിയും ഇല്ലാതാകുന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷണമായി കാണുന്നത്. കണ്ണുണ്ട്, പക്ഷെ കാഴ്ചയില്ല. കണ്ണ് കേവലം അടഞ്ഞിരിക്കുകയാണ്. ചെവിയുണ്ട്, കേൾക്കുവാനായിട്ട് കഴിയുന്നില്ല. മൂക്കുണ്ട്, ഒന്നും മണത്തറിയുവാനായിട്ട് സാധിക്കുന്നില്ല. വായുണ്ട്, സംസാരിപ്പാനായിട്ട് ഇടയാകുന്നില്ല.
ശരീരമുണ്ട്, എന്നാൽ സ്പർശനശേഷിയില്ല, വേദന അനുഭവേദ്യമല്ല. മരിച്ച ഒരാളുടെ അവസ്ഥ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സത്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മഹത്വം കാണാൻ അവൻ ഒരു നാളും കഴിയുകയില്ല. ദൈവവചനത്തിലൂടെ ദൈവ ശബ്ദം കേൾപ്പാനായിട്ട് അവന് കഴിയുകയില്ല. ദൈവഭക്തിയിൽ ജീവിക്കുന്നതിൻ്റെ സന്തോഷം മനസ്സിലാകുകയുമില്ല. ആത്മീയ ജീവനുണ്ടോ എന്നറിയാൻ ചില മാർഗങ്ങളാണ് ഇവ. ആത്മീക ഇന്ദ്രിയങ്ങളെല്ലാം ചേതനയറ്റുപോയ അവസ്ഥ. ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ശേഷിയോട് കൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പുതിയ സൃഷ്ടിയായ മനുഷ്യനെയും അങ്ങനെ തന്നെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ചിന്തനങ്ങളെയും പ്രവൃത്തികളെയും ക്രമപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാതെ ജീവിച്ചാൽ മരണത്തിന് നാം നമ്മെ തന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീക ആരോഗ്യം നഷ്ടപ്പെടുന്നത് വളരെ പതുക്കെയാണ്. അത് മനസ്സിലാക്കുവാൻ പോലും പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. മോവാബിലെ ജീവിതം അത് നമ്മുടെ സാക്ഷ്യ ജീവിതത്തെ പതുക്കെയാണ് ഇല്ലാതെയാക്കുന്നത്. കൂട്ടുകാരുടെ കൂടെ, ജോലി ചെയ്യുന്നവരുടെ കൂടെ ആദ്യമൊക്കെ ഒരു പേരിന്, ഒരു നെയിം സേക്കിന് വേണ്ടി നാം പലപ്പോഴും ചേരുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ പിന്നീട് നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവനെ തന്നെയായിരിക്കും. 1 പത്രോസ് 4:4 നാം ഇങ്ങനെ വായിക്കുന്നു: ദുർനടപ്പിന്റെ അതേ ആധിക്യത്തിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അസാധാരണമെന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ശരിയല്ലേ? പലപ്പോഴും മറ്റുള്ളവർ നമ്മെ ദുഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്തുകൊണ്ടാണ്? അവരോട് നാം ചേരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. ഇനി നാം അങ്ങനെ ചേർന്നില്ലെങ്കിൽ അവർ പറയും, ഓ, ഇവൻ വലിയൊരു ഭക്തൻ വന്നിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് നമ്മെ പരിഹസിക്കുവാനായിട്ട് പലപ്പോഴും സാധ്യതകളുണ്ട്. അവരോട് ചേർന്ന് നടക്കുവാൻ ആവശ്യമുള്ള അനേക കാര്യങ്ങൾ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കെ തന്നെ അവരുടെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി നാം തന്നെ കാക്കാതിരുന്നാൽ അത് അറിയാതെ തന്നെ നമുക്ക് നഷ്ടമായി തീരുന്ന ഒരവസ്ഥയുണ്ടാകും. പിന്നീട് അവരുടെ മുമ്പാകെ സാക്ഷ്യം പുലർത്തുവാൻ നമുക്ക് കഴിയാതെയാകും. നമ്മുടെ ആത്മീക ശക്തി നശിക്കും. പതുക്കെ നമ്മിലെ ആത്മീയ മനുഷ്യൻ മരിക്കും. നമ്മളുടെ ആത്മീയ ചിന്ത മരിക്കുവാനായിട്ടിടയായിത്തീരും. എഹെസ്കേലിന്റെ പുസ്തകം 18-ാം അധ്യായം മുഴുവൻ നാം ഒന്ന് വായിച്ചു നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം എത്രയോ അർത്ഥവത്തായ അനേക കാര്യങ്ങൾ ആണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. 32-ാം വാക്യം മാത്രം വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല ഇത് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ. നാം ഇന്ന് ജീവിക്കുന്നത് ഏതു നിലയിലാണ് എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നാം വെടിയേണ്ട കാര്യങ്ങളെ വെടിഞ്ഞ് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരും ബലപ്പെടുത്തട്ടെ. അവന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെട്ടു. മരണം വരുന്നത് മുന്നറിയിക്കുവാൻ മാധ്യമമൊന്നും മന്നിതിലില്ല. മരണം വരുന്നത് മുന്നറിയിക്കുവാൻ മാധ്യമമൊന്നും മന്നിതിലില്ല. മടികൂടാതെ പിടിക്കുമി മരണം, മന്നിതിലിനിയും കണ്ണീരൊഴുക്കും. മടികൂടാതെ പിടിക്കുമി മരണം, മന്നിതിലിനിയും കണ്ണീരൊഴുക്കും. മരണം വന്നു വിളിക്കും നേരം മനുജാവൊഴി കഴിവോതാനാകുമോ?